ഹലോ ഫ്രണ്ട്സ്, ബർമിംഗ്ഹാമിലുള്ള സെൻറ്റ് മാർട്ടിൻ ചർച്ചിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വളരെ മനോഹരമായ വളരെയധികം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പാരിഷ് ചർച്ചാണ് സെൻറ്റ് മാർട്ടിൻസ് ചർച്ച്. 16 മണികൾ മുഴങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ പള്ളി എന്ന ഒരു വിശേഷണം ഈ നമ്മുടെ സെൻറ്റ് മാർട്ടിൻ ചർച്ചിനുണ്ട്. അതിഗംഭീരമായ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. വളരെ മനോഹരമായ യുണീക്കായിട്ട് ഉള്ള പെയിൻറ്റ് ചെയ്ത ഗ്ലാസ് വിൻഡോസ് നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും. പല പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടെങ്കിലും പള്ളി പുറത്തുനിന്ന് കാണാൻ മാത്രമാണ് സാധിച്ചിരുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി കാണാൻ സാധിച്ചതും അവിടെ മെഴുകുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചതും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ പള്ളി എന്നും തുറന്ന് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ പോയാലും അതിൻ്റെ അകത്ത് കയറി കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഒരു പ്രാവശ്യം പോയപ്പോഴാണ് പള്ളി തുറന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ സ്പെഷ്യൽ പ്രെയർ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും വളരെ പുരാതനമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നും നമുക്ക് ആ പള്ളിയുടെ അകത്തെ ഓരോ വർക്കുകളും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കണ്ടു കഴിയുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, പണ്ട് ഒരുപാട് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലും എല്ലാം മരിച്ചുപോയ ആളുകളുടെ അവരെക്കുറിച്ചുള്ള നോട്ട്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് മനോഹരമായ ഒരു ഗ്ലാസ് വിൻഡോ. അതിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങുകളെല്ലാം ശരിക്കും അതിമനോഹരമായിരുന്നു. UK-യിലുള്ളവരും അല്ലെങ്കിൽ ബർമിംഗ്ഹാമിലൊക്കെ ഉള്ളവരും തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സെൻറ്റ് മാർട്ടിൻസ് ചർച്ച്. ഈ പള്ളിക്കകത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഭയങ്കര ശരിക്കും നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എനിവേ ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സെൻറ്റ് മാർട്ടിൻ ചർച്ചിൽ നിന്ന് കിട്ടിയത്.